ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു അടിപൊളി റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ 1 ടീസ്പൂണ്. ലൈറ്റ് ആയിട്ടുള്ള കൊക്കോ പൗഡർ എടുക്കാൻ നോക്കുക. ഇത് നമുക്ക് തരിച്ചെടുക്കുക. എപ്പോഴും 3 വട്ടം തരിച്ചെടുക്കാൻ നോക്കുക. പിന്നെ ഇതിക്ക് വേണ്ടത് വലിയ കോഴിമുട്ടയാണെങ്കിൽ 4 കോഴിമുട്ട. പിന്നെ ബട്ടർ മിൽക്കാണ് വേണ്ടത്. 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലെ പാലിലേക്ക് 1 ടീസ്പൂൺ സുർക്ക ഒഴിച്ചിട്ട് മാറ്റി വെച്ചതാണിത്. ഒരു 10-15 മിനിറ്റ് നേരത്തെ മാറ്റി വെക്കണം. 1 കപ്പ് പൊടിച്ച പഞ്ചസാര. പിന്നെ ഇവിടെ എടുത്തിട്ടുള്ള ഫുഡ് കളറ് ടൊമാറ്റോ റെഡ് ആണ്. പിന്നെ ഇതിക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിൽ, വനില എസൻസ്. അപ്പം നമുക്ക് കോഴിമുട്ട ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ബീറ്റ് ചെയ്യാം. പിന്നെ അതിക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ ബട്ടർ മിൽക്ക് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് കട്ട പൊടിച്ച് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ആക്കി എടുക്കുക. പിന്നെ അതിലേക്ക് കളർ ആഡ് ചെയ്യാണ്. ഞാൻ ഇവിടെ ടൊമാറ്റോ റെഡ് ആണ് ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് നമ്മൾ മുമ്പ് കോഴിമുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം തരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ ഇട്ട് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ മുമ്പൊരു റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഡോൾ കേക്കിൽ. ഇത് റെഡ് വെൽവെറ്റ് കേക്ക് അങ്ങനെ ഉണ്ടാക്കിയതാണ്. എല്ലാ പൊടികളും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ 1 കിലോൻ്റെ കേക്ക് മോൾഡിലാണ് ഞാനിത് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് ടാപ്പ് ചെയ്യാം. ബേക്ക് ചെയ്ത് എടുക്കാം. അതിന് ഞാനൊരു ചൂടാവാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിരുന്നു. അതിലോട്ട് ഇറക്കി വെച്ച് 30 മിനിറ്റ് വരെ നമുക്കത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനില എസൻസും ഐസിങ് ഷുഗറും 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ഇടുന്നത്. അത് രണ്ടും ഇട്ട് നമുക്കിത് ബീറ്റ് ചെയ്ത് എടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ് ആണ് ക്രീം ചീസ്. ഇഷ്ടമുള്ളവർക്ക് ഇടാട്ടോ. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. ഞാനിത് ഡയറക്റ്റായിട്ട് അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് സെപ്പറേറ്റ് ഇട്ട് ബീറ്റ് ചെയ്ത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാൻ 2 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. കൂടുതലായിട്ട് ബീറ്റ് ചെയ്യരുത്. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. സ്പോഞ്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ബട്ടർ മിൽക്ക് ഒഴിച്ച കാരണം നല്ല സോഫ്റ്റാണ്. ഇതിൻ്റെ മുകൾ ഭാഗം കുറച്ച് പോർഷൻ ഞാനിത് കട്ട് ചെയ്തിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ പൊങ്ങിയ ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ കട്ട് ചെയ്യുന്നത് കത്തി കൊണ്ടല്ല, നൂല് കൊണ്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാണ്. അതിന് ഫസ്റ്റിൽ നിങ്ങൾ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവല് കട്ട് ചെയ്ത് വെക്കണം. അതിന് ശേഷം നൂലിട്ടിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ആകെ പൊടിഞ്ഞു പോരാൻ സാധ്യത ഉണ്ട്. നൂല് കൊണ്ട് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാം. നൂല് ക്രോസിൽ ഇട്ടിട്ട് ചുറ്റിച്ച് കൊടുത്ത് വലിച്ചുകാണ്ട് ചുറ്റിച്ച് കൊടുത്താൽ നമുക്കിത് കട്ട് ചെയ്ത് കിട്ടും. അങ്ങനെ 3 ലെയർ ആക്കിയിട്ട് ഇത് കട്ട് ചെയ്യണേ. പൊട്ടിപ്പോവാതെ നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാതും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ചെയ്യാം. ടേൺ ടേബിളിൻ്റെ മുകളിൽ സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം തേച്ച് നമുക്കിത് ഒരു ലെയർ വെച്ച് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ ലെയറിൻ്റെ ഉള്ളിൽ ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടാലും മതി, ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയറും വെച്ച് അങ്ങനെ 3 ലെയറും വെച്ച് നമുക്ക് ഐസിങ് ചെയ്തെടുക്കുക. ക്രം കോട്ടിങ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് ലാസ്റ്റ് ഐസിങ് ചെയ്തെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് രണ്ടാമത് ഐസിങ് ചെയ്യാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ മുകളിൽ നിന്ന് പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്. അതുപോലെ ഒരു അരിപ്പയിലിട്ടിട്ട് നമുക്ക് തരിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയിൽ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. എല്ലായിടത്തും തട്ടുന്ന രൂപത്തിൽ ബേസിൻ ചെരിച്ച് പിടിച്ച് സൈഡ് ഭാഗത്തൊക്കെ ഇതുപോലെ കൊടുക്കുക. ഇനി മുകളിൽ നിന്ന് ആ പാത്രം എടുത്ത് മാറ്റുക. ഇനി ഞാനൊരു ചെറിയൊരു സ്റ്റാറിൻ്റെ നോസിലിട്ടിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടിഭാഗം ബോർഡർ വരച്ചെടുക്കാം. അതേ നോസിലിട്ടിട്ട് തന്നെയാണ് വേറെ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. ഈ കേക്ക് വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു അടിപൊളി കേക്കാണ്. ഇനി നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ഡിസൈനിന് മാറ്റം വരുത്താട്ടോ. അപ്പോൾ നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഷുഗർ ബോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു കേക്കാണ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.